അവിടെ രക്തസപ്ലുണ്ട്. രക്തസപ്ലില്ല ബീജിങ്ങിന് ബീജിങ്ങിന് രക്തസപ്ലുണ്ട്. ഭൂമിക്കുള്ള സപ്ലുണ്ട് ചേർത്താം. ഇതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് കാണാനില്ല. അത് ഇന്നലെ മറ്റേ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കും. പക്ഷെ ഇന്ന് അതുകൊണ്ട് യൂസ് ചെയ്തൊന്നും കുഴപ്പമൊന്നുമില്ല. അത് ഇന്നലെ പുള്ളിയുടെ കയ്യിൽ നിന്ന് മറ്റാണ് ഹാൻഡിൽ പൊട്ടിയത്. അവിടെ ടാബ്ലറ്റ് ചെയ്യുന്നുണ്ടോ? അതല്ല മറ്റേ കൊണ്ടുപോകുന്ന ഹാൻഡിൽ ചെക്ക് ചെയ്ത് തരാം. ഇതുപോലെ നമ്മൾ കാണുന്നില്ല, അതാണ് ചോദിച്ചു. കാണാല്ലോ. വാറണ്ടിയോ? പിന്നെ നമ്മൾ തന്ന വാറണ്ടികളൊക്കെ കൊണ്ടുപോയില്ലേ? സർവീസ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അവന്മാർ വാറണ്ടി ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. വാറണ്ടിയുടെ പീസാണെങ്കിൽ അവിടെ എടുത്ത് അവിടെ തന്നെ കൊടുത്തിട്ട് ക്ലെയിം ചെയ്യുക. അതാണ് നല്ലത്. വേറെ കടയിൽ കൊടുത്തിട്ട് അത് എന്തെങ്കിലും ഒരു കമ്പനി കാര്യങ്ങൾ കട്ടായി കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഇരിക്കില്ല. അവർ ഏത് കടയിലെടുത്തോ ആ കടയിൽ തന്നെ കൊണ്ടു കൊടുത്തു. ആ കടയിൽ കൊടുത്തിട്ട് ക്ലെയിം ചെയ്യുക. അതാണ് നല്ലത്. ഒന്നും കാണാമല്ലോ. ഒന്നും കാണാനില്ല. മോഡൽ എന്തൊക്കെയാ? 600 വന്നിട്ട് അതേ സെയിം അതിന് വന്നിട്ട് ഹെഡ് ബെയറിംഗ് എത്ര 62.01 പിന്നെ വന്നിട്ട് ഒരു 801 അതിന് വന്നിട്ട് ലോക്കും 607 പിന്നെ അതിനുള്ളൂ സ്വിച്ച് ഒരു കാർബൺ ഇതിനുള്ളൂ സർവീസ് എത്ര പാടെ എത്ര മെഷീൻ നോക്കാം 200 അല്ലേ 250 പോകണം ഹാമറിംഗ് കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല. ഇതേപോലെ ഇതേ കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് ഉണ്ടല്ലോ ഇതേപോലെ
ഇവിടെ വരുമ്പോൾ കംപ്ലൈന്റ് ഇല്ല, നിങ്ങൾ പറഞ്ഞ കംപ്ലൈന്റ് ഒന്നും ഇല്ല. അത് കണ്ടു. ടെസ്റ്റ് വെക്കുമ്പോൾ കത്തും. ടെസ്റ്റ് വെക്കുമ്പോഴേ കത്തും. ഈ വലിയ മെഷീൻ പൊതുവെ ടെസ്റ്റ് വെച്ചാൽ ഷോക്ക് അടിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കോയിലും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ആകും. ഏതെങ്കിലും ഒരു കോയിൽ വന്നിട്ട് കംപ്ലൈന്റ് ആകും. നമ്മളെ മറ്റേ സൈറ്റിൽ കൊണ്ടേ കൊടുക്കുന്നതല്ലേ, ഇതിനും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. ഭീഷണി കൊണ്ടാണ് അടിച്ചത്. ഇനി അങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മാറ്റം വരും. കോയിൽ മാറ്റം വരും. അത് ഇനി അവിടെ കൊണ്ടിട്ട് പെൻഡിങ് കോയിലിന് നല്ല റേറ്റ് വരും. വാറണ്ടി ഉണ്ടെങ്കിൽ അത് അവിടെ ക്ലെയിം ചെയ്യാം. അതിന് മാത്രമേ കിട്ടുള്ളൂ. അവിടെ കൊണ്ടിട്ട് ക്ലെയിം ചെയ്ത് ഇതാക്കുന്നുണ്ട്. എവിടെ നിന്ന് എടുത്താൽ ഈ വാറണ്ടി ഉള്ള പീസാണെങ്കിലേ ഒന്നും നോക്കരുത്, വേറെ കടയിലൊന്നും കൊടുക്കരുത്. എവിടെ നിന്ന് എടുത്തു അവിടെ പോവാ. ഇപ്പൊ പറഞ്ഞ ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിൽ ഇവിടെ കണ്ണാർക്ക് വിളിക്കുമല്ലോ വന്നു കഴിഞ്ഞാൽ കടയ്ക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പോകേണ്ട പറ്റേ. അത് അതിനകത്ത് വാറണ്ടി ഉള്ള പീസാണെങ്കിൽ മാത്രം നമ്മൾ പോയിക്കോ. മറ്റേ നമ്മൾ ഇവിടുന്ന് സർവീസിനൊക്കെ പോകുമ്പോൾ അവിടെ പോയി കാത്ത് ദിവസം പോക്കില്ല. നമ്മളെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ നിൽക്കില്ല. ഇവിടെ വന്നിട്ട് വാറണ്ടി ക്ലെയിം ചെയ്യാൻ അത് നടക്കില്ല. ഇത് കട്ടിയുടെ ഉള്ളിൽ കെട്ടിട്ടേ അവിടെ നിങ്ങൾക്ക് സീവ് ഉണ്ടാവും. അതൊന്ന് തരാം. എനിക്ക് വേണ്ട അന്ന് വന്നപ്പോൾ അങ്ങനെ വയറ് മാറ്റുന്നുണ്ട്. ഓർക്കുണ്ടാവും. ഞാൻ വേറെത്തിനും കൂടി വന്നത്. എന്നിട്ട് ഞാൻ ഈ മലമ്പമ്മയൊക്കെ ഒന്ന് കൊന്നു ചോദിച്ചോ. മറ്റേ വയറ് വെറുതെ കത്തിയിട്ട് വരും. ഇതൊക്കെ കൊണ്ട് അത്ര പ്രശ്നമല്ലല്ലോ. ഇത് വലിഞ്ഞ് വന്നിട്ടല്ലേ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വലിഞ്ഞ് വരില്ല. ഇതും പ്രാവശ്യം കത്തിപ്പോയിട്ട് ഭയങ്കര മാറ്റിയതാണ്. അതാണ് സ്റ്റീഫിനെ കൂടുതൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടൊന്നും കയറ്റുന്നില്ല. പ്രശ്നമില്ല. കറക്റ്റായിട്ട് ഞാനെന്നിട്ട് ഷോക്ക് അടിക്കാൻ സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ കുറേ തപ്പി. ഷോക്ക് അടിക്കാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ശീലമായിരിക്കും ശീലം ഒന്നും ചെയ്യാതെ ഷോക്ക് അടിക്കണ്ടെങ്കിൽ വേറെ സിഗ്നൽ. അതാണെങ്കിൽ ആ വീട്ടിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ല. ഈ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കും. അതിന് വെച്ചത് സിമ്പിളായിട്ട് നോക്കുക. അത് എന്തെങ്കിലും സപ്ലൈ ഉണ്ടെങ്കിൽ വേഗം കാണിക്കും. ലൈറ്റ് ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമല്ലേ ലൈറ്റ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും കറണ്ട് പോകുക അങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കും. രണ്ടു വർക്കാണുണ്ട്. ഇത് റിട്ടേൺസൊക്കെ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സംശയം കൊടുക്കുന്നത്. ലാസ്റ്റ് കമ്പ്യൂട്ടർ അവരുടെ ഇതിൽ വെച്ച് തന്നെ മിന്നാന്ന് ഒക്കെ കണ്ടുകൊണ്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. സ്ലീവറോടെ ഇപ്പഴത്തില്ലേ അതല്ല വയർ സ്ലീവർ എടുത്തില്ല. കണ്ണാടപ്പണിക്ക് മുതലാളി പഠിച്ചിരിക്കുന്നു. ഈ വയറൊക്കെ അയച്ചിട്ട് ഇടുന്നുണ്ട്. ഈ സാധനം ഉണ്ടല്ലോ, ഈ സ്ലീവർ നേരെ നോക്കിയിട്ട് വെച്ചായിരുന്നു. അല്ലെങ്കിൽ അധികം ഈ സ്ലീവറില്ലേ ഈ സാധനം ഇതുമ്പോൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. ഇങ്ങോട്ട് വളർന്നു. ആ സ്ലീവറിന് 2-3 പ്രത്യേകത ഉണ്ട്. ആ സ്ലീവറിനെ ആൾക്കാർ മൂന്നൊക്കെ ചിലപ്പോൾ വയറിനെ തൂക്കിയിട്ട് അടക്കം കാറ്റിട്ട് അപ്പോൾ ഇത് ആ സ്ലീവറിന് വന്നിട്ട് അതിൻ്റെ ഓടെ കയറ്റല്ലേ അതോടെ കയറ്റെടുക്കും. കാണാൻ സിമ്പിളാണ്. നല്ല ഇതാണ്.
അറിയാൻ പാടില്ല. പൊട്ടും. ഗ്രീസേ ഇവിടെ ഉണ്ടോന്ന് എടാ അവിടെ നിന്ന് ഗ്രീസ് എടുക്ക. ആ എന്തിനാണ് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആവും. അത് ഗ്രീസ് ഇടയ്ക്ക് എടുക്കുമ്പോൾ ഹീറ്റ് ആവാറുണ്ട്. ഗ്രീസ് ഇടയ്ക്ക് എടുക്കുമ്പോഴേ ബിറ്ററിനാണ് ഗ്രീസ് ഉണ്ടാക്കിയില്ല. അവിടെ ഇടാതിരിക്കണം നല്ലത് മാക്സിമം. ഇത് ഷോപ്പ് അടയ്ക്കുക. ഷോപ്പ് അടയ്ക്കുക. മൂപ്പര് ലാസ്റ്റ് പോകില്ല ഒരു ബിറ്റിംഗ്. ഇതൊക്കെ കഴിഞ്ഞാൽ പോലെ നമ്മുടെ ഒപ്പം പോകുന്നു. ചിലപ്പോൾ ഫ്രണ്ടൊക്കെ കുറച്ച് ഗ്രീസോ എന്തെങ്കിലും ഒലിച്ച് വരും. അത് കാര്യമാക്കണ്ട. കുറച്ച് ഓയിൽ അധികം ഒലിച്ച് പ്രോപ്പറായിട്ട് ഒരു ദിവസം ഒന്ന് സർവീസിന് കയറ്റിക്കൊണ്ടു. ഓറിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് എന്തോ ഓറിങ് വരും മട്ടത്തിൽ നമുക്കൊന്ന് അയച്ചു ലീക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ടേ ആ സമയത്തൊന്ന് ഇതാക്കിയാൽ മതി. ഫ്രീ ആകുമ്പോൾ പൈസ ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യേണ്ട. അത്യാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആണെങ്കിൽ അതത് മാറ്റാം. അല്ലെങ്കിൽ മൊത്തത്തിലാവുമ്പോൾ ഓപ്പൺ കളിക്കാൻ കാണില്ല. നമ്മളറിയില്ല. അത് ഇന്നലെ ഇതുണ്ട്. ഇന്ന് പിന്നെ ഇതുകൊണ്ടൊക്കെ ബ്ലഡ് സപ്ലൈ ഇല്ലെങ്കിലും ആ പ്രശ്നം ഈ സാധനം നമുക്ക് ഇടയിൽ തരാം. അത് പക്ഷേ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി ചിലവാക്കാം. മാക്സിമം നമുക്ക് സാധനങ്ങൾ ചെറുത്ത സാധനങ്ങൾ ഇതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അതൊരു പണിയാവും.